3000-ലധികം പേർക്ക് റിസൾട്ട് കിട്ടിയ മുളപ്പിച്ച റാഗി കൊണ്ടുള്ള റെസിപ്പി ഇതാണ്. കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും പ്രത്യേകിച്ചും കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മോന് നല്ല ക്ഷീണമുള്ള ഒരു സമയത്ത് നമ്മുടെ ഫാമിലി ഡോക്ടർ പറഞ്ഞു തന്നതാണ് ഈ കൂട്ട്. ഇത് കഴിച്ചപ്പോൾ കാൽസ്യത്തിൻ്റെ അളവിൽ നല്ല മാറ്റം തന്നെയാണ് കിട്ടിയത്. ഇത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്ത പൗഡർ ആയതുകൊണ്ട് നമുക്ക് ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ മിക്സ് ചെയ്യുന്നത് പോലെ ഡയറക്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇത് 1 സ്പൂൺ 1 ഗ്ലാസ് പാല് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ദിവസം മുഴുവൻ ആരോഗ്യത്തോടെ ഇരിക്കും. ഇത് 1 സ്പൂണിൽ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മുളപ്പിച്ച റാഗി, ഫ്രൂട്ട്, വെജിറ്റബിൾ, ഡേറ്റ്സ്, നട്ട്സ് ഇതെല്ലാം കിട്ടുന്നുണ്ട്. ഇതിൽ വളരെ ഉയർന്ന അളവിൽ കാൽസ്യം, ഫൈബർ, ഇരുമ്പ് ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഒരു നേരത്തെ കംപ്ലീറ്റ് ഫുഡായിട്ട് തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് റാഗി തന്നെയാണ്. ഈ റാഗിയിൽ ഒരുപാട് മണ്ണും ചെളിയും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നല്ലതുപോലെ തന്നെ ഞെരടി കഴുകിയെടുക്കണം. ഈ റാഗി കഴുകിയെടുക്കുന്നത് നല്ലൊരു ടാസ്ക് തന്നെയാണ്. എന്തായാലും 4-5 പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം. കഴുകുന്നത് മാത്രമല്ല, ഇതിൻ്റെ എല്ലാ പ്രിപ്പറേഷനും വളരെ പ്രയാസമുള്ളത് തന്നെയാണ്. വളരെ ക്ഷമയോടുകൂടി മാത്രമേ നമുക്കിതെല്ലാം ചെയ്തെടുക്കാൻ പറ്റൂ. നല്ലതുപോലെ തന്നെ തിരുമ്മി കഴുകിയെടുത്താൽ മാത്രമേ ഇതിലെ അഴുക്കെല്ലാം മാറിക്കിട്ടൂ. എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള റാഗിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ കഴുകി അരിച്ചെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറഞ്ഞത് ഒരു ഓവർനൈറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാനായി വെക്കണം. പിറ്റേ ദിവസം അരിപ്പപാത്രത്തിൽ വെച്ച് കൊടുത്ത് 2 ദിവസം ആകുമ്പോഴേക്കും റാഗി നല്ലതുപോലെ കിളിർത്ത് വരും. ഇതിനി വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുക്കണം. ഇനി ഇതിനു വേണ്ടിയുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ കുറച്ച് ക്യാരറ്റ് ഒന്ന് കഴുകിയ ശേഷം വേറെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായി വെക്കുന്നുണ്ട്. അടുത്തതായി വേണ്ടത് കുറച്ച് ആപ്പിളാണ്. വാടിയ ആപ്പിളൊന്നും എടുക്കാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പഴങ്ങളിലും പച്ചക്കറികളിലും പതിപ്പിച്ച ഇതുപോലുള്ള സ്റ്റിക്കറുകൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് FSSAIയുടെ വാണിംഗ് ഉണ്ട്. ഇതുപോലുള്ള സ്റ്റിക്കറുകളും ആ ഭാഗത്തെ തൊലിയും നീക്കം ചെയ്ത ശേഷം കഴുകി മാത്രമേ പഴങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. സ്റ്റിക്കറുകൾ പതിപ്പിച്ച പശയിലെയും മഷിയിലെയും രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തിന് പലവിധ അസ്വസ്ഥതകൾ ഉണ്ടാക്കും. ആപ്പിളും ഒന്ന് കഴുകിയ ശേഷം വേറെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കുന്നുണ്ട്. 3 മണിക്കൂറിന് ശേഷം വീണ്ടും കഴുകിയെടുത്ത് മാത്രമേ ഉപയോഗിക്കാവൂ. ഞാനിവിടെ ഫ്രൂട്ട്സും വെജിറ്റബിളും കൊണ്ടുവരുമ്പോൾ തന്നെ ഒന്ന് കഴുകിയ ശേഷം വേറെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷമാണ് ഉപയോഗിക്കാനായി സാധാരണ എടുക്കാറുള്ളത്. ആപ്പിളിനകത്തുള്ള കുരു കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 3 മണിക്കൂറിന് ശേഷം ക്യാരറ്റും ഒന്നുകൂടി കഴുകിയെടുത്ത് ചെറുതായി ചോപ്പ് ചെയ്ത് നല്ലതുപോലെ ഉണക്കിയെടുക്കണം. ഇതിലൊക്കെ എത്രമാത്രം വിഷമാണ് ചേർത്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. എന്ന് കരുതി ഇതൊന്നും വാങ്ങാതിരിക്കാനും നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്ത ശേഷം മാത്രം ഉപയോഗിക്കുക. അടുത്തതായി വേണ്ടത് കുറച്ച് ഡേറ്റ്സ് ആണ്. ഇതിൻ്റെ പുറത്തും പൊടിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടൊന്ന് കഴുകിയ ശേഷം മാത്രമേ എടുക്കാവൂ. ഈ കുറച്ച് നട്ട്സും ബദാമും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. ഇത് ഓരോന്നായി ചൂടുള്ള പാത്രത്തിൽ ഇട്ട് കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ശരീരത്തിലെ കാൽസ്യം കുറയുന്നത് കൊണ്ടാണ് നഖം പൊട്ടിപ്പോകുന്നതും മുടി കൊഴിയുന്നതും മുട്ടുവേദന, കാലിൽ മസിൽ കയറ്റവും ഒക്കെ വരുന്നത്. ഇതിൻ്റെ ചൂടൊന്ന് മാറിയ ശേഷം മാത്രം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. നമ്മുടെ റാഗിയൊക്കെ നല്ലതുപോലെ തന്നെ ഉണങ്ങിക്കിട്ടി. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ഫുഡായിട്ടാണ് റാഗി കൊടുക്കുന്നത്. കുട്ടികൾക്ക് കൊടുക്കുന്ന മറ്റു ഫുഡുകളെക്കാളും കാൽസ്യം കൂടുതലായി റാഗിയിലാണ് ഉള്ളത്. നമ്മളിവിടെ മുളപ്പിച്ച റാഗിയുടെ കൂടെ ക്യാരറ്റും ആപ്പിളും ഡേറ്റ്സും നട്ട്സ്, ബദാം ഇതെല്ലാം ചേർത്തുള്ള ഹെൽത്ത് മിക്സ് പൗഡറാണ് തയ്യാറാക്കുന്നത്. റാഗി മുളപ്പിക്കുമ്പോൾ കാൽസ്യത്തിൻ്റെ അളവ് 2 ഇരട്ടിയാവുന്നു. ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. അയൺ നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യാൻ വൈറ്റമിൻ സി ആവശ്യമാണ്. റാഗി മുളപ്പിക്കുമ്പോൾ അതിലുള്ള വൈറ്റമിൻ സിയുടെ അളവ് കൂടും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അയൺ അബ്സോർബ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് മുളപ്പിച്ച് തന്നെ റാഗി എടുക്കുന്നതാണ് നല്ലത്. എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽസ്യം അത്യാവശ്യമാണ്. ഇരുമ്പ് വിളർച്ചയെ ചെറുക്കാൻ സഹായിക്കുന്നു. എനിക്ക് 5 വർഷം മുമ്പ് തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഓപ്പറേഷന് മുമ്പ് തന്നെ ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞാലുള്ള ദോഷവശങ്ങൾ കൂടി പറഞ്ഞിരുന്നു. തൈറോയിഡ് ഓപ്പറേഷൻ കഴിഞ്ഞവരുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ കുറവ് വരാറുണ്ട്. അതുകൊണ്ട് പതിവായി കാൽസ്യം ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞിരുന്നു.
ഒപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു കാൽസ്യം ടാബ്ലറ്റ് റിപ്പീറ്റായി കഴിക്കുന്നത് അത്ര നല്ലതല്ലെന്നും കാൽസ്യം സപ്ലിമെൻറ്റുകൾ കുറച്ച് പകരം കാൽസ്യം കൂടുതലായി കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞിരുന്നു. പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു ഓപ്ഷൻ കാൽസ്യം ശരീരത്തിൻ്റെ രക്തക്കൊഴലുകളിൽ ഡെപ്പോസിറ്റ് ആവുന്നതാണ്. മാത്രമല്ല കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നതിൻ്റെയും മെയിൻ റീസൺ ഈ കാൽസ്യം കിഡ്നിയിൽ അടിഞ്ഞു കൂടുമ്പോഴാണ്. കാൽസ്യം കൂടുതലായി ശരീരത്തിൽ അടിയുന്നവരിൽ ഉപ്പൂറ്റി വേദനയും കാണാറുണ്ട്. ഞാൻ ഒരുപാട് മാസങ്ങളായി ഈ മുളപ്പിച്ച റാഗി കൊണ്ടുള്ള ഹെൽത്ത് മിക്സ് പൗഡർ കഴിക്കുന്നുണ്ട്. എന്തായാലും എനിക്കതുകൊണ്ട് മാസങ്ങളായി കാൽസ്യത്തിൻ്റെ അളവ് നോർമലായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. കാൽസ്യം, വൈറ്റമിൻ ഡി, മഗ്നീഷ്യം, വൈറ്റമിൻ K2 ഈ കോമ്പിനേഷനാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത്. ആദ്യമുള്ള ഓർഡർ അനുസരിച്ച് എൻ്റെ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ പാക്ക് ചെയ്തെടുക്കുന്നത്. ഇത് പാലക്കാടുള്ള ഒരു കസ്റ്റമറിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. 4.5 കിലോ ആയിരുന്നു ഓർഡർ ചെയ്തത്. ഇത് ഇറ്റലിയിൽ നിന്നൊരു കസ്റ്റമർ 5 കിലോ ഓർഡർ തന്നതാണ്. 2 ദിവസം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോഴങ്ങോട്ട് കൊണ്ടുപോകാനും നാട്ടിലുള്ള കസിന് കൊടുക്കാനും എല്ലാം കൂടി ഓർഡർ തന്നതാണ്. ഇതിപ്പം തിരുവനന്തപുരത്തേക്കാണ് അയച്ചു കൊടുക്കുന്നത്. ഇതുപോലെ കേരളത്തിനകത്തും പുറത്തുമായി ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. മുളപ്പിച്ച റാഗി കൊണ്ടുള്ള ഈ ഹെൽത്ത് മിക്സ് പൗഡർ ആവശ്യമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് അയച്ചു കൊടുക്കുന്നതാണ്. 30 വയസ്സിന് ശേഷം റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രമേഹവും ഉയർന്ന കൊളസ്ട്രോളും ഉള്ളവർക്ക് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇതിൽ ഹൈ ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ്. മലബന്ധം തടയുന്നു. ഇത് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. റാഗിപ്പൊടി ഹെൽത്തി ആണെങ്കിലും കഴിക്കാൻ പലർക്കും മടിയാണ്. ഈ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കിയാൽ ഇത് റാഗി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഒരിക്കലും പറയില്ല. ഒരുപാട് ആൻറ്റി ഓക്സിഡന്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് സ്കിന്നിനും മുടിക്കുമൊക്കെ വളരെ ഗുണം ചെയ്യുന്നു. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം നമ്മുടെ ശരീരത്തിലെ എക്സസ് ആയിട്ടുള്ള ഫാറ്റ് ഇല്ലാതാക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കിട്ടിയത് കൊണ്ടാണല്ലോ ഈ പ്രൊഡക്റ്റ് വാങ്ങിയ കസ്റ്റമേഴ്സൊക്കെ വീണ്ടും വീണ്ടും വാങ്ങുന്നത്. ഹലോ, ഇതിപ്പോ ഇവിടെ സമ്മർ അല്ലേ, അപ്പൊ അതുകൊണ്ട് ഈ ഹെൽത്ത് മിക്സ് ഓർമ്മ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ദിവസം ഞാനപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിരുന്നു, കുറച്ച് ആഴ്ചകൾ തന്നെ. അപ്പൊ വലിയ മാറ്റവും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പം കുറച്ച് വെയിറ്റ് ഒക്കെ പുട്ടപ്പായിട്ടുണ്ട്, ഡയറ്റ് ഒന്നും നോക്കാതെ. ഈ BP കൺട്രോൾ ചെയ്യാനും പിന്നെ നമുക്ക് ഡയറ്റ് കോൺഷ്യസ് ഉള്ളവർക്ക് ഷുഗറും ഉപ്പും ഒന്നും ഇല്ലാതെ കഴിക്കുന്നത് ഇത് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് ഇതിൽ. അപ്പോൾ കംപ്ലീറ്റ് ഫുഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് കഴിക്കാൻ. അപ്പോൾ എനിക്ക് എന്താ ഒരു ഓപ്ഷൻ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ റാഗി ഹെൽത്ത് മിക്സിനെ പറ്റി ഓർമ്മ വന്നതും രണ്ടാമത് ഞാൻ തപ്പിയെടുത്തത്. വാട്സാപ്പിൽ തന്നെ രണ്ടാമത് ഞാൻ മെസ്സേജ് അയച്ചത്. അപ്പം അവിടുന്ന് റെസ്പോൺസ് കിട്ടിയല്ലോ, അപ്പോൾ അതിന് സൗകര്യമായി. അതുകൊണ്ടാണ് എനിക്ക് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വെയിറ്റ് ഒക്കെ കുറയ്ക്കണം. അതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ലൊരു ഗ്ലാസ് മാൾട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് 1 മണിയായിരിക്കും 1.5 മണിയായിരിക്കൊക്കെ പിടിച്ചേക്കാം. ഫ്രൂട്ടൊക്കെ ലൈറ്റ് സ്വീറ്റ് ആയിട്ടുള്ള പപ്പായ അങ്ങനെയെല്ലാം കഴിക്കുകയാണെങ്കിൽ ഇതിന് നല്ല ബാലൻസ് ആവും നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ സബീനനെ ഓർത്തത്. ഇത് ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റം തരുന്ന ആളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർത്തതാ. പുറത്ത് വേറൊന്നിന് ഞാൻ ഓപ്ഷനിന് പോവാതെ ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തത്. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.